ഇടുക്കി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജോർജ് കോയിക്കര സാർ നമ്മൾ ചേരുകയാണ്. സാറേ, കോഴിക്കോട് താമരശ്ശേരി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഒരു വലിയൊരു ക്രൈസ്തവ മുന്നേറ്റ റാലി ഇപ്പോൾ നടക്കുകയാണ്. നമ്മുടെ പിന്നിലേക്ക് ഏകദേശം ഒരു 10,000-ഓളം ആളുകൾ ഈ റാലിയിൽ, കുട്ടികളും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു റാലി ആവില്ലേ? തീർച്ചയായിട്ടും കോഴിക്കോടിന്റെയും താമരശ്ശേരിയുടെയും സാംസ്കാരിക സാമുദായിക ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു അസുലഭ മുഹൂർത്തമാണിത്. ആളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളായി കൊടിയ അവഗണന, കടുത്ത വിവേചനം നേരിടുന്ന കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായം എല്ലാ മേഖലകളിലും നേരിടുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളത്തിൽ താമരശ്ശേരിയിൽ മാത്രമല്ല, കേരളത്തിലെ സർവ്വ തെരുവോരങ്ങളിലും എല്ലാ രൂപതകളിലും, ചങ്ങനാശ്ശേരിയിൽ നമ്മളത് കണ്ടു, പാലായിൽ 10,000 അണിനിരുന്നു, ഇടുക്കിയിൽ 10,000 അണിനിരുന്നു. ഇതിനവസാനം പാലക്കാടേക്ക് ഈ മാസം 27-ാം തീയതി 107-ാം ജന്മദിന സമ്മേളനവുമായി എത്തിച്ചേരുമ്പോ കേരളത്തിന്റെ രാഷ്ട്രീയ നഭസ്സുകളോട് സമുദായത്തിന് പറയാനുള്ള വലിയ താക്കീതിന്റെ ശബ്ദമാണ് ഈ 10,000 തിങ്ങി നിറഞ്ഞൊരു അടമുറിയ പ്രവാഹം പോലെ കടന്നു വരുന്ന ഈ റാലിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു ചരിത്ര ദൌത്യമാണ്, ചരിത്ര നിയോഗമാണ് സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാത്തവർ, വോട്ട് ബാങ്ക് ലക്ഷ്യമായി പ്രവർത്തിക്കുന്നവർ, എന്നും കള്ളവും വഞ്ചനയും പൊള്ളയായ വാഗ്ദാനങ്ങളുമായി ജനങ്ങളെ നേരിടുന്നവർ, അധികാരത്തിന്റെ ശ്രേണികളിൽ എല്ലാ കാലവും സുഖശീതളിമയിൽ ശയിക്കാമെന്ന് കരുതരുത്. അവർക്കത് ശക്തമായ താക്കീതായിട്ടാണ് തീർച്ചയായിട്ടും ഈ സമ്മേളനം. ഇത് ഈ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അങ്ങനെ അവിടുത്തെ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിലെല്ലാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമല്ല ഈ ഒരു ആവശ്യവുമായി, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഈ വിഷയത്തിൽ സർക്കാർ നമ്മുടെ ആവർത്തിച്ചുള്ള ആവശ്യങ്ങളൊന്നും ഗവനിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തള്ളിക്കളയുന്ന ഒരു അവസ്ഥ. ഓക്കെ, തീർച്ചയായും ഇടുക്കിയുടെയും താമരശ്ശേരിയുടെയും കോഴിക്കോടിന്റെയും മാത്രമല്ല, കേരളത്തിന്റെ മലയോരങ്ങളിൽ മാത്രം ഏതാണ്ട് 413 പഞ്ചായത്തുകൾ, 19 ലക്ഷം ആളുകൾ, അവരാണ് ഈ വന്യമൃഗങ്ങളുടെ ക്രൂരമായ പീഡനത്തിനിരയാകുന്നത്. ലജ്ജാകരമാണ്. സാക്ഷരസുന്ദരം എന്ന് പറയുന്ന കേരളത്തിന്റെ നിയമസഭയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്ന കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ നിർനിമേഷനായി, വളരെ നിസ്സംഗതയോടുകൂടി അദ്ദേഹം പറയുകയാണ്, തെരുവുകളിൽ നടക്കുന്ന വാഹനാപകടങ്ങൾ പോലെ, അല്ലെ മനുഷ്യർ നടത്തുന്ന ആത്മഹത്യകൾ പോലെ ഇതും അനവരതം സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന നിന്ദ്യവും നീചവുമായ ഒരു സമീപനമാണ് ഈ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ വനം വകുപ്പ് മന്ത്രി കാണിക്കുന്നതെന്നുള്ള കടുത്ത അമർഷവും അതിശക്തമായ പ്രതിഷേധവും കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. ഇടുക്കിയിലായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും കേരളത്തിൽ എവിടെയായിരുന്നാലും ജനങ്ങൾ ഒരേ വികാരത്തോടും ഒരേ ശബ്ദത്തോടും കൂടിയാണ് ഈ പ്രതിഷേധത്തിൽ അണിചേരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് താമരശ്ശേരിയിലുള്ളത്. മലയോരങ്ങളിൽ മരണത്തിന്റെ രൂക്ഷഗന്ധമാണ്. തൊടികളിൽ മനുഷ്യന് പണിയെടുക്കാൻ പറ്റില്ല. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ വിളിക്കുന്ന ആകർഷകമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടെങ്കിലും കർഷകന് മുൻപിൽ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണവും അവന്റെ കൊലവിളികളുമാണ് ഉയരുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിയണം, ജനപ്രതിനിധികൾ കഴിയണം. ഇല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യാനുള്ള, അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള ആർജവത്വം ഒരു സമുദായത്തിനുണ്ട് എന്നുള്ളതാണ് ഈ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്, സൂചിപ്പിക്കുന്നത്. ഈ കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സാമുദായിക സംഘടനയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നമുക്കൊരു ശബ്ദമുണ്ട്. പക്ഷെ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന ഈ മുന്നണികൾ, പ്രത്യേകിച്ച് ഇടതു വലത് മുന്നണി നമുക്ക് എടുത്തു പറയാം, ഇത് ക്രൈസ്തവർക്ക് വേണ്ടി അല്ല. ഒരു രാഷ്ട്രീയ സമുദായം, മുന്നണി പോലും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത് വളരെ ലാഘവത്തോടു കൂടി തള്ളിക്കളയുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വോട്ട് നേടുന്ന ചില പ്രതിനിധികളടക്കം. ഇതിനെങ്ങനെ കാണുന്നു? ഒരു സമവായത്തിന്റെയും ഒരു സാമൂഹ്യ അവബോധത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ ഒരു ബ്ലാങ്ക് ചെക്ക് പോലെയോ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയോ കരുതാമെന്നുള്ള ഒരു രീതിയാണ് ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ കാട്ടിവരുന്നത്. ഇത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടരുന്നത്. പക്ഷേ ഈ സമ്മേളനം കൂടെ തെളിയിക്കുന്നത് അത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോക്ഷമുണ്ടാകുന്നു, സമുദായത്തിനകത്ത് പുകയുന്ന പ്രതിഷേധം ശക്തമാകുന്നു തന്നെയാണ്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളും പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമുദായം സ്വീകരിക്കേണ്ട നിലപാടുകൾ ഈ സമ്മേളനങ്ങളോടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അത് കാണാൻ, മനസ്സിലാക്കാൻ, ഈ കാലത്തിന്റെ ചുവരെഴുത്തുകൾ കണ്ട് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി അധികാരികൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
ഒന്ന്, ഇല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് ഉചിതം എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടാവും, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് എന്ത് നിലപാടായിരിക്കും എടുക്കുക? അല്ലെങ്കിൽ ഒരു സാമുദായിക ശക്തി എന്ന നിലയിലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം രാഷ്ട്രീയത്തില് ശക്തമായ ഭാഷയിലുണ്ടാവുമോ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയ ഭരണക്രമമാണ്. ജനാധിപത്യത്തെ പണാധിപത്യവും സംഘടിത രാഷ്ട്രീയ ആധിപത്യങ്ങളും ചോർത്തിക്കൊണ്ടു പോകുന്നതും അതിന് അപഭ്രംശം സംഭവിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഭരണഘടന അട്ടിമറിക്കപ്പെടുകയാണ്. എന്നിട്ട് ചില വോട്ട് ബാങ്കുകളുടെ സ്ഥാപിത താല്പര്യങ്ങളും നിയമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നിയമവ്യവസ്ഥകളിലേക്ക് ഒളിച്ചു നടത്തുന്ന ഭീകരമായ കാഴ്ചയാണ് ജനാധിപത്യത്തിന്റെ അപജയമാണ്. ഒരു മറുപടി ഈ ഒരു അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ഇനിയും അവഗണന നേരിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ സമുദായം നൽകുമെന്ന് ഉറപ്പാണല്ലേ? ഇനിയും അവഗണനയുടെ പരകോടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും ഒരു അവഗണന നേരിടുക എന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. മറിച്ച് നേരിടുന്ന അവഗണനയ്ക്ക് ഒരു പരിഹാരമുണ്ടാക്കുവാൻ ജനാധിപത്യപരമായ ഒരു സമീപനം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് മാത്രമല്ല, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ മൈക്രോ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തോട് അവരുടെ താല്പര്യങ്ങളോട് ആവശ്യങ്ങളോട് ജനാധിപത്യ രീതിയിലുള്ള ഒരു മറുപടിയും ഒരു സമീപനവും സ്വീകരിക്കാൻ വൈകിയാൽ, ഉദാസീനത കാണിച്ചാൽ അതിശക്തമായ തിരിച്ചടി രാഷ്ട്രീയ രംഗത്തുണ്ടാവുമെന്ന കാര്യം നിസ്തർക്കമാണ്. അതിനുള്ളൊരു മനസ്സൊരുക്കത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് 100% ശരിയാണ്.